ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരു ഫ്രം ഡ്രീംലാൻഡ്. ഇന്ന് ഞാനിവിടെ രസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. രസം നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ടല്ലേ, എന്നാൽ ഇത് സദ്യക്കൊക്കെ ഉണ്ടാക്കാറുള്ള രസത്തിൻ്റെ രീതിയാണ് കാണിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ കുറച്ച് പരിപ്പൊന്ന് വേവിച്ചെടുക്കണേ. നന്നായി വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം നമുക്ക് അരിച്ചൊന്ന് മാറ്റി വെക്കണം. ഇത് നമുക്ക് രസം ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാനാണ്. നമ്മൾ സദ്യ ഉണ്ടാക്കുന്ന ദിവസം തീർച്ചയായും സാമ്പാർ ഉണ്ടാക്കൂലേ, അപ്പോൾ അതിനുവേണ്ടി വേവിക്കുന്ന പരിപ്പിൽ നിന്ന് കുറച്ച് വെള്ളം ഒന്ന് എടുത്ത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാകെ. ഇനി ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി അതിൻ്റെ ജ്യൂസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ കുരുമുളക്, ചെറിയുള്ളി ഒരു 3 എണ്ണം, 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത്രയും സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണേ. ഇനി നമുക്ക് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാവേ. അതിനുശേഷം നമ്മൾ ചതച്ചു വെച്ചതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ഒരു 3 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണേ. തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം ഉടഞ്ഞു കിട്ടണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണിന് താഴെ ഉലുവപ്പൊടി. എല്ലാം കൂടെ നന്നായി അതിൻ്റെ പച്ചമണമൊക്കെ മാറും വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പ് വെള്ളം ചേർക്കാവേ. അതിനുശേഷം പുളിവെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ എരിവും പുളിവൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നന്നായി ഇനി ഒന്ന് തിളപ്പിക്കണം. എല്ലാം കൂടെ ഒരു 5 മിനിറ്റ്സ് തിളച്ച ശേഷം നല്ല ഫ്രഷ് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്യാവേ. നമ്മുടെ രസം റെഡിയായ നല്ല അപാര ടേസ്റ്റാണ് കേട്ടോ. ഈ വിഷുവിനെ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കുന്നു കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയി കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.